നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഹിസ്ബുള്ള ഒടുവിൽ ഇസ്രായേലിൽ തങ്ങളുടെ വ്യോമാക്രമണം എത്തി എന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണത്തിൽ ആദ്യമായൊരു മിസൈൽ ഇസ്രായേലിൽ പതിച്ചപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചു. മണിക്കൂറുകൾക്കകം നമ്മൾ കേൾക്കുന്നത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു തിരിച്ചടി. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർന്നടിഞ്ഞു. ലെബനനെ ഞെട്ടിച്ച് തലസ്ഥാനമായ ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്തപ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലും പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30 മണിക്കാണ് ആ സ്ഫോടനം നടന്നത്. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ, ആ ശക്തി കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഇസ്രായേൽ തകർത്തെറിഞ്ഞത് അത്യാധുനിക തന്ത്രങ്ങളിൽ. ഇസ്രായേലിനെ പേടിച്ച് സാധാരണ ഹിസ്ബുള്ള അംഗങ്ങൾ മൊബൈൽ ഫോണുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്നത് പേജറുകൾ. ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്ത പേജറുകളിലൂടെയാണ് അവർ ആശയവിനിമയം നടത്തിയിരുന്നത്. ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് ചില ഭാഗങ്ങളിൽ പേജറുകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങി. ആളുകൾ പോക്കറ്റുകളിൽ പേജറുകൾ സൂക്ഷിക്കുന്ന സമയമാണ് 3:30 മണി. എല്ലാവരും ജോലിസ്ഥലങ്ങളിലോ മറ്റ് തിരക്കുകളിലോ ഉൾപ്പെടുന്ന സമയം. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയം ഇസ്രായേൽ തെരഞ്ഞെടുത്തു എന്ന് വേണം നമുക്ക് ധരിക്കാൻ. 3:30 മണിക്ക് തുടങ്ങിയ സ്ഫോടന പരമ്പര 1 മണിക്കൂറോളം നീണ്ടുനിന്നു. ആദ്യമൊന്നും ഹിസ്ബുള്ള അംഗങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. തങ്ങളുടെ കയ്യിലുള്ള പേജറുകൾ ആദ്യം ജാമായി, പിന്നീട് ഒന്നൊന്നായി പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നു. ഇതേസമയം സിറിയയിലും പേജറുകൾ പൊട്ടിത്തെറിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ശരിക്കും വിറകൊണ്ടു. തങ്ങളുടെ ലൊക്കേഷനും നീക്കങ്ങളുമൊക്കെ ഇസ്രായേൽ കണ്ടുപിടിക്കും എന്ന ഭയത്താലാണ് മൊബൈൽ ഫോണുകൾക്ക് പകരം ഹിസ്ബുള്ള അംഗങ്ങൾ ഇത്തരം പേജറുകൾ ഉപയോഗിക്കുന്നത്. ആ തീവ്രവാദികളുടെ കണക്കുകൂട്ടലുകൾ കൃത്യമായി ഇസ്രായേൽ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്ന പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണ് എന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് അവിടെ നടന്നത്. പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ അപകടം പിണയുന്ന സ്ഫോടനങ്ങൾ. ഷർട്ടിലെ പോക്കറ്റിൽ പേജർ ഇട്ടിരിക്കുന്നവർക്കാണ് കൂടുതൽ അപകടം പറ്റിയത്. തങ്ങളുടെ നെഞ്ചിൻ കൂട് തകരുന്ന ആക്രമണമാണ് നടന്നത്. പേജറുകൾ കയ്യിൽ വെച്ചിരുന്നവരുടെ കൈവിരലുകൾ നഷ്ടപ്പെട്ടു. ഏകദേശം 3000-ഓളം ആളുകൾക്കാണ് ഗുരുതരമായ പരിക്കേറ്റത്. പലരുടെയും കൈപ്പത്തികൾ അറ്റുപോയി. 9 മരണമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. പേജറിലെ സന്ദേശം വായിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മുഖം തകർന്നു. സ്ഫോടനങ്ങൾ വലിയ നാശനഷ്ടങ്ങൾക്കോ തീപിടുത്തങ്ങൾക്കോ കാരണമായില്ല. എന്നാൽ ഹിസ്ബുള്ള തീവ്രവാദികളുടെ മനോവീര്യം പൂർണ്ണമായി തകർന്നു. അതിനു പിന്നാലെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലും തൊടാൻ അവർക്ക് ഭയമായി. ഇറാനിലെ ജനങ്ങൾ പോലും ഇപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ തൊടാൻ ഭയക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനങ്ങളുടെ കാരണം കണ്ടെത്താൻ ഉടൻ തന്നെ ഹിസ്ബുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു. പേജറുകളിലെ ബാറ്ററികൾ അമിത ചൂടിൽ പൊട്ടിത്തെറിച്ചുവെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടലെങ്കിലും ഈ പേജറുകളിൽ വലിയ അട്ടിമറി നടന്നുവെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. എന്താണ് സംഭവിച്ചിരിക്കാമെന്നതിനെക്കുറിച്ച് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പേജറുകളുടെ നിർമ്മാണവേളയിൽ തന്നെ മൊസാദിനെ പോലുള്ള ഏജൻസികൾ ഇതിൻ്റെ ഉള്ളടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രഹസ്യമായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഹിസ്ബുള്ളയുടെ കയ്യിൽ ഈ പേജറുകൾ എത്തുന്നതിന് മുൻപ് തന്നെ വളരെ ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പേജറുകളെ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് വിദൂരമായി പ്രവർത്തിച്ചതാകാനും സാധ്യതയുണ്ട്. ഇതൊരു ആസൂത്രിത സ്ഫോടനമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മാസങ്ങൾ മുതൽ 2 വർഷം വരെ തയ്യാറെടുപ്പ് ആവശ്യമാണെന്നും വിദഗ്ധർ പറയുന്നു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനീസ് അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഇന്നലെ രാവിലെയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. പിന്നെ മണിക്കൂറുകൾക്കകം നമ്മൾ കേൾക്കുന്നത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർന്നടിയുന്ന വാർത്തകൾ. ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇസ്രായേൽ തന്നെയെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു. ഇതിനുള്ള മറുപടി തങ്ങൾ കൊടുക്കുമെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. എന്നാൽ ചൊറിഞ്ഞ് പിന്നെയും വാങ്ങിക്കൂട്ടാനുള്ള നടപടികളും നീക്കങ്ങളുമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന്. ഇത്രയും വിപുലമായ രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ സംഘടനകളുടെയോ സംയുക്ത നീക്കമുണ്ടാകാം എന്ന് സംശയം ശക്തമാകുന്നു.
ആക്രമണം നടത്തിയത് ഇസ്രായേൽ തന്നെ എന്നുറപ്പിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും രാജ്യത്തെ ഷിൻബെറ്റും ചേർന്നാവാം ഇത്തരമൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തത്. ഇറാനെ പിന്തുണയ്ക്കുന്ന ലെബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളുമൊക്കെ സിറിയയും ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാൻ തന്നെ. ചുരുക്കത്തിൽ ഇറാൻ വിതരണം ചെയ്ത പേജറുകളിലാണ് ഈ അട്ടിമറി നടന്നിരിക്കുന്നത്. ഇതാണ് ഇറാനെ കൂടുതൽ ഭയചകിതരാക്കുന്നത്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പേജറുകളിൽ ഇസ്രായേൽ കയറി കളിച്ചുവെങ്കിൽ തങ്ങളുടെ സ്ഥിതി എന്താകും എന്ന ഭയം അത് ഇറാനെ വല്ലാതെ പിടികൂടിയിരിക്കുന്നു. ഉയർന്ന സ്ഫോടക ശക്തിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറയ്ക്കണം. ചുരുക്കത്തിൽ ഞരമ്പുകളിലേക്ക് ബോംബ് കടത്തിവിടുന്നത് പോലെയുള്ള സാങ്കേതിക വിദ്യ. 1 മുതൽ 3 ഗ്രാം വരെയാകും പരമാവധി ഒരു പേജറിൽ നിറയ്ക്കാനാവുക. ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ചില്ലറ സമയമല്ല വേണ്ടിവരുന്നത്. ഒപ്പം ഇതേ പേജറുകൾ പ്രവർത്തനക്ഷമവുമായിരിക്കണം. ഇവയ്ക്കൊക്കെ വേണ്ടി വലിയ ആൾശക്തി ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്നാണ് ഇപ്പോൾ ലോകത്തിൻ്റെ കണക്കുകൂട്ടൽ. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുക മാത്രമേയുള്ളൂ. ഇവിടെ നടന്നത് കൃത്യമായ ആസൂത്രണവും സ്ഫോടനവും. അതും കൃത്യമായി തെക്കൻ ലെബനൻ, ബെഖാവാലി, ബെയ്റൂത്ത്, സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു ഏട് എഴുതി ചേർത്തിരിക്കുകയാണ് മൊസാദ് എന്ന് വ്യക്തം. ഇപ്പോൾ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് പേജറുകളാണെങ്കിൽ ഇതിനേക്കാൾ എത്രയോ സുഗമമാണ് മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് സ്ഫോടനങ്ങൾ നടത്തുക. യാതൊരുവിധ മുൻ മാതൃകകളുമില്ലാത്ത യുദ്ധമുറ തന്നെയാണ് ഇസ്രായേൽ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തം. മൊസാദിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൂതനമായ ആക്രമണ ശൈലി. എപ്പോഴും ശത്രുക്കളെ വിറപ്പിക്കാൻ തക്ക ശേഷിയുണ്ട് മൊസാദിന്. അതവർ ഒരിക്കൽ കൂടി ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. നിസ്സാരമൊരു പേജറിനെ ഒരു മാരകായുധമാക്കി മാറ്റിയ ബുദ്ധി, അതാണ് മൊസാദിനെയും ഇസ്രായേലിനെയും ഒക്കെ വേറിട്ട് നിർത്തുന്നത്. ചുറ്റും ശത്രു രാജ്യങ്ങൾ വലയം ചെയ്തിരിക്കുന്ന ഇസ്രായേൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവലംബിക്കുന്ന പുതുബുദ്ധി. ഒരുപക്ഷെ സയൻസ് ഫിക്ഷൻ കഥകളിലും സിനിമകളിലുമൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആക്രമണ രീതി, അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇതേ ആക്രമണം തങ്ങൾക്ക് സിറിയയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ ഇറാനിലോ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നടത്താനാകും എന്നവർ ബോധ്യപ്പെടുത്തുന്നു. ഇതൊക്കെ തന്നെയാവും ഇറാൻ ഇസ്രായേലിനെ വെല്ലുവിളിക്കുമ്പോൾ ശാന്തമായ ഇസ്രായേലിൻ്റെ മറുപടി. അനാവശ്യമായി ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഇറാനെ തവിടുപൊടിയാക്കുമെന്ന്. ഇറാനിൽ നിന്ന് തന്നെയുള്ള പേജർ നിർമ്മാണ കമ്പനി അവരുടെ നിർമ്മാണ സമയത്ത് അവരുടെ ഫാക്ടറിക്കുള്ളിലേക്ക് മൊസാദിൻ്റെ ഏജന്റുമാർ കടന്നു കയറിയെങ്കിൽ എത്രമാത്രം സുരക്ഷിതമല്ല ഇറാൻ എന്നൊരിക്കൽ കൂടി ലോകത്തെ കാട്ടിക്കൊടുക്കുകയാണ് ഇസ്രായേൽ. ഇത് ഹിസ്ബുള്ള തീവ്രവാദികൾക്കുള്ള മറുപടി മാത്രമല്ല, ഇറാനുള്ള മറുപടി കൂടിയാണ് ഇസ്രായേൽ നൽകുന്നത്. പ്രത്യേക ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ സന്ദേശങ്ങൾ അയച്ച് പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇവ സാധിച്ചെടുത്തത് എന്ന് വാദിക്കുന്നവരുണ്ട്. എങ്കിലും സ്ഫോടക വസ്തുക്കൾ പേജറിൽ ഉണ്ടാവാം എന്ന തിയറിക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് വിദഗ്ധർ. തുടരെ സന്ദേശങ്ങൾ അയച്ചോ ബാറ്ററി ചൂടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചോ സ്ഫോടനങ്ങൾ നടത്തുകയെന്നാൽ സ്വന്തം ബാറ്ററിയുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും ഭാവിയിൽ സ്ഫോടക വസ്തുവാക്കി മാറ്റാൻ കഴിയും. അതൊരുപക്ഷെ ശത്രു രാജ്യങ്ങളെ കൂടുതൽ വിറളി പിടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ ഭയപ്പാടോടെയാണ് ഇപ്പോൾ ഇറാൻ വാസികൾ കാണുന്നത്. സാധാരണ ഒരു ചെറിയ പേജർ അവയുടെ ബാറ്ററിയുടെ വലിപ്പവും ശേഷിയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൂടായി പൊട്ടിത്തെറിച്ചാൽ പോലും വീഡിയോകളിൽ കാണുന്നത് പോലെ ഒരു ചെറു സ്ഫോടനത്തിനുള്ള സാധ്യത മാത്രമേ മുന്നിലുള്ളൂ. അവിടെയാണ് മാരകമായ സ്ഫോടനങ്ങളും മരണങ്ങളുമൊക്കെ നടന്നിരിക്കുന്നത്. പലർക്കും പരിക്കേറ്റിരിക്കുന്നത് അതിമാരകമായി. നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്ന സന്ദേശമാണ് ഇസ്രായേലും മൊസാദുമൊക്കെ ലോകത്തിന് നൽകുന്നത്. ഇത് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന ഏറ്റവും മാരകമായ പ്രഹരമാണ്. ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ വീട്ടിലിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അത്രയും ബോംബുകളായി മാറിയാലും നമ്മൾ അതിശയിക്കാനില്ല. ഏറെ തമാശയെന്ന് തോന്നുന്നത് വലിയ വലിയ ഓഫീസുകളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഇന്നലെ സ്ഫോടനത്തിൽ പരിക്കേറ്റു എന്നിടത്താണ്.
ചുരുക്കത്തിൽ ആരൊക്കെയാണ് ഹിസ്ബുള്ളയിൽ സജീവമായി പ്രവർത്തിക്കുന്നത് എന്ന് എളുപ്പം തിരിച്ചറിയാൻ ഇസ്രയേലിനും മൊസാദിനുമൊക്കെ കഴിഞ്ഞു. പല പകൽമാന്യന്മാരും പകൽ വെളിച്ചത്തിൽ നിലത്തു വീണുരുളുന്ന കാഴ്ച. പേജർ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12 എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 3000-ഓളം ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഗാസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം രാജ്യത്തിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി നിരന്തര സംഘർഷത്തിലാണ് ഇസ്രയേൽ. ഇതുമൂലം അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രയേലുകാരെ തിരിച്ചെത്തിക്കാനുള്ള പുതിയ ലക്ഷ്യം കൂടി ഈ യുദ്ധത്തിനുണ്ട് എന്ന് വ്യക്തമാണ്. ഇസ്രയേലിലെ സുരക്ഷാ ക്യാബിനറ്റ് തീരുമാനത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ പേജർ സ്ഫോടനങ്ങൾ. ആസൂത്രിതമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇസ്രയേലിന്റെ ഓരോ നീക്കങ്ങളും. ഹിസ്ബുള്ള പ്രവർത്തകർ തമ്മിലുള്ള ആശയവിനിമയത്തിന് പുറമെ ഹിസ്ബുള്ളയുടെ ആശുപത്രി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പേജർ വ്യാപകമായി ഉപയോഗിക്കുന്നു. പുതിയ പേജർ ലഭിച്ച എല്ലാ പ്രവർത്തകരോടും അത് അടിയന്തരമായി ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ലെബനനിലെ UN സന്നദ്ധ സേനാംഗങ്ങളോടും വയർലെസ് സെറ്റുകളിലെ ബാറ്ററി ഉടൻ തന്നെ നീക്കം ചെയ്യാൻ അധികൃതർ നിർദ്ദേശിച്ചു. പഴയ സാങ്കേതിക വിദ്യയാണ് പേജർ. അതിനെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ പോലും കഴിയില്ല. അത്തരം സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പേജറുകളെ ആയുധങ്ങളാക്കി സ്ഫോടക വസ്തുക്കളാക്കി മാറ്റുന്ന തന്ത്രമാണ് മൊസാദ് പുറത്തെടുത്തത്. 1960-കളിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ. പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് അറിയിക്കുന്നതിന് റേഡിയോ തരംഗങ്ങളിലൂടെ ഡിജിറ്റൽ സിഗ്നലുകളാണ് അയക്കുന്നത്. ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാൻ കഴിയും. 1990-ന്റെ ഒടുവിൽ 2000-ന്റെ തുടക്കത്തിലാണ് പേജർ ഇന്ത്യയിലടക്കം വ്യാപകമാകുന്നത്. മൊബൈലിന് മുമ്പുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പേജറുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അടിയന്തരവും വിശ്വസനീയവുമായ ആശയവിനിമയം ആവശ്യമുള്ള മേഖലകളിൽ പേജറുകൾ ജനപ്രിയമായി മാറി. മൊബൈൽ വ്യാപകമായതിനു ശേഷവും ചിലർ ആരോഗ്യ സുരക്ഷാ മേഖലകളിൽ പേജറുകൾ ഉപയോഗിക്കുന്നത് പതിവായിരുന്നു. മൊബൈൽ ഫോണുകളുടെ വളർച്ചയും അവയിലെ വിപുലമായ ഫീച്ചറുകളും കാലക്രമേണ പേജറുകളുടെ ഉപയോഗം ഗണ്യമായി കുറച്ചു. പിന്നീട് പേജറുകൾ അപ്രത്യക്ഷമായി. അതേ പേജറുകളാണ് ഹിസ്ബുള്ള തങ്ങളുടെ തീവ്രവാദികൾക്ക് ഉപയോഗത്തിനായി നൽകിയത്. അതിൽ കയറി കടന്നാക്രമണം നടത്തുന്ന ഇസ്രയേലിന് മൊസാദ് തന്നെയല്ലേ മരണമാസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.